നമസ്കാരം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. ഇറാൻ യുദ്ധം ഹൊർമുസിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കവേ, വെടിനിർത്തലിൻ്റെ ഭാവി പ്രവചനാതീതമായി നിലകൊള്ളവേ, യുദ്ധഭീതിയിലേക്ക് വീണ്ടും പോകുമോ എന്ന ആശങ്ക രൂപപ്പെടുന്ന ഹൊർമുസിൽ സ്ഥിതി അപകടകരമായി മാറുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അമേരിക്ക ഹൊർമുസിലെ സൈനിക നടപടി നിർത്തിവെച്ചു. താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തിവെച്ചു. അരാക്ചിയുടെ ചൈനീസ് സന്ദർശനവും ട്രംപിൻ്റെ തീരുമാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇറാൻ യുദ്ധത്തിൽ കുരുക്കിലായ ട്രംപ് മെയ് മാസം 2ാം വാരത്തോടെ ചൈനീസ് സന്ദർശനത്തിന് കോപ്പുകൂട്ടുന്നതിനിടെയാണ് അരാക്ചിയുടെ ചൈന സന്ദർശനം. നേരത്തെ ഇറാൻ ബന്ധം പറഞ്ഞ് ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപിനെ വെല്ലുവിളിച്ച് ചൈന പ്രസ്താവന ഇറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. അതിനു മുമ്പ് അരാക്ചി റഷ്യയിൽ പുടിനെ സന്ദർശിച്ചതിന് ശേഷം ഇറാൻ 14 സമാധാന നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെച്ചു. ട്രംപ് അതൊന്നും പോരാന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ ഹൊർമുസിൽ പക്ഷേ സൈനിക നടപടി നിർത്തിവെച്ച് സമാധാന ചർച്ചകളിലേക്ക് കടക്കാനുള്ള വഴി തുറക്കുകയാണ് എന്നുള്ളതാണ് ഒടുവിലത്തെ തീരുമാനം. ആകപ്പാടെ അന്തവും കുന്തവും തിരിയുന്നുണ്ടാകില്ല അല്ലേ? അതായത് പറഞ്ഞു വന്നത് 2ാം ഘട്ട സമാധാന ചർച്ച അലമ്പാക്കി US ഹൊർമുസിൽ നടത്തിയ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തലാക്കി എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു എന്ന കാര്യമാണ്. ഇറാൻ്റെ പ്രതിരോധം മൂലം US വീണ്ടും കുരുക്കിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് റഷ്യയും ചൈനയും കൂടി ഇറങ്ങിത്തിരിച്ചതോടെ തടി കൈച്ചലാക്കാനുള്ള അടുത്ത ആലോചന ട്രംപ് തുടങ്ങി എന്ന് വേണം തിരിച്ചറിയാൻ. എന്താണ് ഹൊർമുസിൽ സംഭവിച്ചത്? ട്രംപിൻ്റെ ഈ നീക്കം വലിയ ചതിയിലേക്കാണോ കാര്യങ്ങൾ എത്തിക്കുക? ഇറാനെ വീണ്ടും സമാധാനത്തിൻ്റെ പേരിൽ ചതിക്കാനുള്ള നീക്കമാണോ എന്ന ഇറാൻ്റെ സംശയം യുക്തിസഹമാണോ? എന്താണ് എന്ന് നോക്കാം. ഹൊർമുസിൽ ട്രംപ് തോൽവിക്ക് സമാനമായ ഒരു പിന്മാറ്റമാണ് പ്രഖ്യാപിച്ചത്. താൽക്കാലിക പരിഹാരം എന്നത് ആണ് പറയുന്നത്. അത് വലിയ ആശ്വാസമാണ്. എങ്കിലും ഹൊർമുസിലെ ഉപരോധത്തിൻ്റെ പേരിൽ US എടുത്ത നടപടിക്കെതിരെ ഇറാൻ ഉറച്ചു നിൽക്കുകയും പിൻവാങ്ങാത്ത പോരാട്ടവീര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത് ട്രംപിനെ ഞെട്ടിച്ചു. ഒടുവിൽ ഹൊർമുസിലെ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്ന ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലവിൽ നടന്നു വരുന്ന ചർച്ചകളിൽ മികച്ച പുരോഗതിയുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം എന്നാണ് ട്രംപിൻ്റെ വാദം. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ സമാധാന കരാറിലേക്ക് എത്തും എന്ന സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം തുടരും എന്നും ഹൊർമുസിലെ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് എന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. മാർക്കോ റൂബിയോ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ ഈ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറിയതിൻ്റെ വിശദാംശങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫലത്തിൽ ഇറാനെതിരായ സമഗ്രമായ സൈനിക നടപടിയിൽ നിന്നും US പിന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട്. പകരം സാമ്പത്തിക ഉപരോധം മാത്രമായി സൈനിക നടപടി നിലനിൽക്കുകയാണ്. വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടിവെക്കുന്ന സാഹചര്യം ആണ്. 2ാം ഘട്ട സമാധാന ചർച്ചകൾ ഇനിയൊരു പ്രതീക്ഷയായി നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ പിന്മാറ്റത്തെ ഇറാൻ്റെ ഉറച്ച പ്രതിരോധത്തിൻ്റെ വിജയമായാണ് അവർ കാണുന്നത്. എങ്കിലും ഇറാന് ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ഇത്രയും കാലം വെടിനിർത്തലിൻ്റെ പേരിൽ ഇറാനെ ചതിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇറാനും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ സമാധാന ഘട്ടങ്ങളിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊന്നും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. ആദ്യം ആണവ നിരായുധീകരണ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് സമാന്തരമായി ഇറാനെ ആക്രമിച്ചത്. പിന്നീട് ഏറ്റവും ഒടുവിലും അത്തരമൊരു ചർച്ച അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ ഇസ്രായേൽ അയത്തുള്ള അലി ഖൊമേനി അടക്കം കൊന്നു. പിന്നീട് സമഗ്രമായ യുദ്ധത്തിലേക്ക് കടന്നു. അതിൻ്റെ ഇടയിലുള്ള ഘട്ടങ്ങളിലൊക്കെ സമാധാന സാധ്യത രൂപപ്പെടുന്നു എന്ന് വന്ന ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ തുടർച്ചയായി സമാധാന സാധ്യത അടച്ചു കളയുന്ന വിധത്തിലുള്ള നീക്കങ്ങളുണ്ടായി. അതിലൊക്കെ അമേരിക്കയുടെ പങ്കുമുണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ അനിശ്ചിതമായ തീരുമാനങ്ങൾ ആണോ എന്നതും സമഗ്രമായ തീരുമാനത്തിലേക്ക്, സമാധാനം നടപ്പാകുന്നതിലേക്ക് എത്തുന്ന തീരുമാനങ്ങളാണോ എന്നുള്ളതും ഓരോ ഘട്ടത്തിലും ഇറാന് സംശയമാണ്. ഇപ്പോൾ ഈ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറുന്നതും അത്തരത്തിലുള്ള ചതിക്കുള്ള ഒരുക്കമാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിരന്തരമായ ആശങ്കയായി അവിടെ നിലനിന്നിരുന്നു. ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്ന തർക്കം പരിഹരിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്താനും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഹൊർമുസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടാനാണ് US പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നടപടി ആരംഭിച്ചത്. ഹൊർമുസ് ഈ യുദ്ധത്തിൻ്റെ പ്രധാന പ്രതിരോധ മാർഗമായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ ഇറാൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനം US-ൻ്റെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ തടയും എന്നുള്ളത്.
എന്നുള്ളതാണ്. തങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയും എന്നുള്ളതായിരുന്നു. അതോടെയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും സ്തംഭിച്ചു പോയത്. ലോകത്തെ ആകെ ബാധിച്ചു. നമ്മുടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലെ അടുക്കളകളിൽ പോലും ഈ യുദ്ധത്തിൻ്റെ അലയൊലി ഉണ്ടായി. എല്ലാം ഈ ഇറാൻ്റെ നേരെ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച ആക്രമണ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും എത്തി. ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങളടക്കം ഈ നടപടിക്ക് എതിരായി രംഗത്തെത്തി. അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും അവർ ചെവിക്കൊണ്ടില്ല. വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ പോലും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പോലും സമ്മതം കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തി. ജർമ്മനി ഏറ്റവും ഒടുവിൽ ട്രംപുമായി തർക്കത്തിലാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് നാറ്റോ രാജ്യങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചു. എല്ലാം ഈ ഹോർമൂസിനെ പ്രതിരോധമാക്കി ഇറാൻ മുന്നോട്ട് വന്നതോടെയാണ്. ഇതിനെ മറികടക്കാനാണ് ഈ ലോകത്ത് മുഴുവൻ രക്ഷിക്കാൻ ഹോർമൂസിൽ ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് ഈ പരിപാടി ട്രംപ് പ്രഖ്യാപിച്ചത്. US-ൻ്റെ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നടപടി. അപ്പോൾ പിന്നെ മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകളെ ഞങ്ങൾ കടത്തിവിട്ടോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്? അവിടെ ഇറാൻ പ്രതിരോധിച്ച് നിന്നു. ഈ സൈനിക ഇടപെടലിനെതിരെ ഇറാനും IRGC-യും രംഗത്തിറങ്ങി. അതോടെയാണ് പുതിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. അത് കൂടുതൽ പ്രശ്ന കലുഷിതമാക്കുകയായിരുന്നു. അതുവരെ ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളൊക്കെ വിടുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ്റെ കപ്പൽ തന്നെ വിട്ട വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം സ്തംഭിച്ചു. സകല കപ്പലുകളും പാതി വഴിക്ക് നിർത്തേണ്ട സ്ഥിതി. 2000-ഓളം കപ്പലുകൾ ഹോർമൂസിന് ചുറ്റും യാത്ര തുടരാനാകാതെ പ്രതിസന്ധിയിലായി. US ഇസ്രായേൽ സഖ്യം ഇറാൻ ആക്രമണം തുടങ്ങിയതോടെ ഹോർമൂസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ സാഹചര്യം ഏറ്റവും വലിയ പ്രതിരോധ മാർഗമായി ഇറാൻ ഹോർമൂസിനെ തെരഞ്ഞെടുത്തതിൻ്റെ തുടർച്ചയായിട്ട് എത്തിച്ചേർന്ന അമേരിക്കയുടെ തിരിച്ചുള്ള സാഹചര്യം അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി എടുത്ത ഈ സമീപനം ഉണ്ടാക്കിയ പതനമാണ്. ഇതോടെ US-നെ ചുറ്റിച്ചു. ലോകത്തെങ്ങും ഇറാൻ യുദ്ധത്തിനെതിരായ വികാരമാണ് രൂപപ്പെട്ടത്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് മറ്റ് മാർഗങ്ങൾ തേടാനും സമാന്തരമായി ശ്രമങ്ങൾ ഉണ്ടായി. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ വലിയ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ഇന്ത്യ അടക്കം പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അതൊന്നും അമേരിക്കയുടെ സഹകരണമില്ലാതെ ആണ്. അങ്ങനെ അവിടെ ഈ പുതിയ പ്രതിസന്ധിയെ മറികടക്കാനാണ് ട്രംപിൻ്റെ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക ഇടപെടൽ നടത്തിയത്. ഗൾഫിലടക്കം കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ അടച്ചിട്ട ജലപാതയിലൂടെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മേഖലയിൽ എണ്ണയൊഴുക്ക് പുനഃസ്ഥാപിക്കാനും ആഗോള സമ്പദ് വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനും സഹായിക്കുക എന്നതായിരുന്നു ഈ പ്രൊജക്റ്റ് ഫ്രീഡത്തിൻ്റെ ലക്ഷ്യം. അതാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാൻ യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന മട്ടിലേക്ക് എത്തിക്കുകയാണ് ഇത് ചെയ്തത്. മാത്രമല്ല, ഇറാൻ്റെ പ്രതിരോധം മൂലം കപ്പലുകളെല്ലാം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായി. അതുവരെയുള്ള സാഹചര്യം പോലും താറുമാറായി. ഒരു ഭാഗത്ത് US-ൻ്റെ സൈനിക വാഗ്ദാനം, മറുഭാഗത്ത് ഇറാൻ്റെ US-നോടുള്ള പ്രതിരോധം. ഈ പ്രതിസന്ധിയെ തുടർന്ന് ഇറാൻ UAE-യിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം കൂടി നടത്തി. ഇതോടെ സമാധാനത്തിൻ്റെ ഇടവേള അവസാനിച്ചു. UAE തന്നെ അമേരിക്കയുടെ ഈ നീക്കത്തിൻ്റെ തുടർച്ചയായി ഇറാൻ നടത്തുന്ന പ്രതിരോധത്തിൽ കുരുങ്ങിപ്പോയി. വീണ്ടും പശ്ചിമേഷ്യ പ്രക്ഷുബ്ധമായി. എല്ലാത്തിനും കാരണം ഹോർമൂസിലെ US-ൻ്റെ സൈനിക നടപടി, പ്രൊജക്റ്റ് ഫ്രീഡം വീണ്ടും യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതോടെ GCC രാജ്യങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തി. UAE-യിലടക്കം US വാഗ്ദാനം ചെയ്ത സമാധാനം ഇതോടെ അവർക്കെതിരായ വികാരമായി മാറാനുള്ള പുതിയ സാധ്യത. നേരത്തെ ഇത്രയും കാലം അവിടെ വ്യോമതാവളങ്ങൾ തുറന്നിട്ട് അവസാനം ഉണ്ടായതെന്താ? ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ചു. ഇറാൻ തിരിച്ചടിച്ചു. GCC രാജ്യങ്ങളിലെ സകല വ്യോമതാവളങ്ങളും അമേരിക്കയുടെ തകർത്തു. അതത് രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. ഈ ഏതോ രാജ്യം നടത്തുന്ന യുദ്ധത്തിൽ GCC രാജ്യങ്ങൾ തന്നെ കുഴപ്പത്തിലായി. ഇപ്പോൾ ഒടുവിൽ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നടപടി തൽക്കാലത്തേക്ക് പിൻവലിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് ട്രംപിന് മനസ്സിലായി. ഇനി രണ്ടാം ഘട്ട സമാധാന ചർച്ചയിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാന നീക്കമായി US-ൻ്റെ തീരുമാനം മാറിയേക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സുപ്രധാനമായ മറ്റൊരു നീക്കം ഇറാൻ നടത്തി. അതുകൂടി തിരിച്ചു കുറിഞ്ഞുകൊണ്ടുള്ള പിന്മാറ്റമാണോ ട്രംപ് നടത്തിയത് എന്നതാണ് ഉയരുന്ന ചോദ്യം. അത് ചൈനയുടെ ഇടപെടലാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട കൂടിക്കാഴ്ചയുടെ കാര്യം. അതിൻ്റെ വിശദാംശത്തിലേക്ക് കടന്നാൽ ചൈനയിൽ ഉണ്ടായ ഈ അരാക്ചി വാങ്ങി കൂടിക്കാഴ്ച ഇറാനെ സംബന്ധിച്ച് പ്രധാനമാണ്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷങ്ങളും ആഗോള ഊർജ്ജ പ്രവാഹത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരുമ്പോഴാണ് ഇവരുടെ കൂടിക്കാഴ്ച. US-ൻ്റെ നിലപാടുകൾ പ്രധാനമാണ് ഈ പശ്ചാത്തലത്തിൽ. US പ്രസിഡന്റ് ട്രംപ് ചൈന സന്ദർശിക്കാൻ പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ബീജിങ്ങിലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ശ്രദ്ധേയം. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചതിന് ശേഷമുള്ള ഇരു രാജ്യങ്ങളുടെയും സുപ്രധാനമായ നേരിട്ടുള്ള ആദ്യ ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ US ഹോർമൂസിൽ തങ്ങളുടെ സൈനിക നടപടിയിൽ നിന്ന് പിന്നോക്കം പോയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളത് നമുക്കറിയാം. ഇരുവരുടെയും കൂടിക്കാഴ്ച നിർണായകമാണ് എന്ന് ചൈനീസ് വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത
പ്രകൃതിവാതകത്തിൻ്റെയും ഏകദേശം 20% സംഘർഷത്തിന് മുമ്പ് കടന്നുപോയിരുന്ന ഒരു പ്രധാന ആഗോള കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള സ്ഥിതി സുസ്ഥിരമാകുന്നതിന് വാഷിംഗ്ടൺ ബീജിങ്ങിൻ്റെ പിന്തുണ തേടിയ സാഹചര്യമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ്. ജലപാതയിലൂടെ വാണിജ്യ ഗതാഗതം സമീപ ആഴ്ചകളിൽ കുത്തനെ കുറയുകയും ചെയ്തതാണ്. ഇറാനുമായിട്ടുള്ള എണ്ണ വിനിമയത്തിൽ ചൈനയുമായി സംഘർഷത്തിലേക്ക് ഏർപ്പെട്ടു US. ചൈനയിലെ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും ഇതിൻ്റെ പശ്ചാത്തലമാണ്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം വാങ്ങും അരാച്ചിയും കുറഞ്ഞത് 3 ഫോൺ കോളുകളെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വാണിജ്യ കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ നടക്കണമെന്ന് ഈ കൂടിക്കാഴ്ചയിലും ആവശ്യപ്പെടുകയാണ്. മെയ് 14-15 തീയതികളിലാണ് ട്രംപിൻ്റെ ബീജിംഗ് സന്ദർശിക്കാനുള്ള പദ്ധതി. അതുകൊണ്ട് തന്നെ അതിന് തൊട്ടു മുമ്പാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം എന്നത് പ്രധാനമാണ്. ഇറാൻ എണ്ണ വാങ്ങുന്ന ചൈനീസ് റിഫൈനറികൾക്ക് എതിരെയായിരുന്നു US-ൻ്റെ ഉപരോധം. നിയന്ത്രണ നടപടികളിലൂടെ അതിനെ നേരിടാനുള്ള ചൈനയുടെ സമീപകാല നീക്കം ഉൾപ്പെടെ വാഷിംഗ്ടണും ബീജിംഗ് തമ്മിലുള്ള സംഘർഷം കനപ്പെട്ടിരിക്കുകയാണ്. ചൈന അത് മൈൻഡ് ചെയ്യുന്നില്ല, തള്ളിക്കളഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇറാനെതിരെയുള്ള US ഇസ്രായേൽ സൈനിക നടപടിയെ നിയമവിരുദ്ധം എന്ന് അരാച്ചിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വാങ് യി വിശേഷിപ്പിച്ചതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റ് ഒരു നിർണായക വഴിത്തിരിവിലാണെന്ന് അദ്ദേഹം പറഞ്ഞതായി, പ്രാദേശിക സ്ഥിരതയ്ക്ക് സമഗ്രമായ വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് വാങ് യി ഊന്നി പറഞ്ഞതായി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ബീജിങ്ങിൻ്റെ പിന്തുണ അദ്ദേഹം ആവർത്തിച്ചു. കക്ഷികൾ തമ്മിൽ നേരിട്ട് സംഭാഷണം ആവശ്യമാണ് എന്നും പറഞ്ഞു. അതായത് വരാൻ പോകുന്ന സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്നത് കൊണ്ടുകൂടി ഇത് നിർണായകമാണ്. അതിൻ്റെ കൂടി ഭാഗമായി വേണം നമുക്ക് ട്രംപിൻ്റെ ഈ പ്രോജക്റ്റ് ഫ്രീഡം ഓപ്പറേഷൻ പിൻവലിച്ചത് വായിക്കാൻ, തൽക്കാലത്തേക്കുള്ള പിൻവലിച്ചത്. അടുത്ത കാലത്താണ് അബ്ബാസ് അരാക്ചി ഒമാൻ, റഷ്യ, പാകിസ്ഥാൻ തുടങ്ങി പ്രധാന രാജ്യങ്ങളിൽ നയതന്ത്ര പര്യടനം നടത്തിയത്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് പുടിനെ കണ്ടത് പ്രധാന വാർത്താ ചർച്ച ആയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ സമാധാനം വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ മോസ്കോ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പുടിൻ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. കൂടാതെ റഷ്യ ഇറാൻ്റെ താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയും ഇറാനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ട്രംപ് സംശയിക്കുന്നുണ്ട് ചൈനയും റഷ്യയും സായുധമായ തന്നെ അവർക്കൊപ്പം നിൽക്കുന്നു, ആയുധ സഹായങ്ങൾ ചെയ്യുന്നു, സാങ്കേതിക സഹായം ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. അതുകൊണ്ടുകൂടിയാണ് US-ൻ്റെ പതിവ് പരിപാടികൾ, യുദ്ധത്തിലെ നീക്കങ്ങളൊക്കെ പരാജയപ്പെട്ടത് എന്നുള്ള വിലയിരുത്തലുകളും വന്നിട്ടുള്ളതാണ്. ഇറാൻ US ചർച്ചകൾ പാകിസ്ഥാനിൽ പുനരാരംഭിക്കുന്നുള്ള വ്യവസ്ഥകൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് വിവരം. ചർച്ചകളെ ഫലപ്രദമായ ചർച്ച എന്നാണ് പുടിൻ പറഞ്ഞത്. ഒമാനുമായുള്ള ചർച്ചകൾക്ക് ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയത്. ഇരുപക്ഷവും ജലപാതയുടെ പ്രാധാന്യത്തിൽ ഊന്നി. റഷ്യക്ക് പിന്നാലെ ഒടുവിൽ ചൈനീസ് സമ്മർദ്ദം കൂടി US-ൻ്റെ പിന്മാറ്റത്തിന് കാരണമായി. അതിനിടയിൽ ഒമാൻ ആ മേഖലയിൽ ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി എന്താണ് എന്നും വിലയിരുത്തി. ഹോർമുസിൽ നിന്ന് സൈനിക നടപടി ഇപ്പോൾ ട്രംപ് നിർത്തിവെക്കുമ്പോൾ തുറമുഖങ്ങളിലെ ഉപരോധം തുടരുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധം, പ്രത്യേകിച്ചും നേരത്തെ ഈ യുദ്ധത്തിന് മുമ്പ് തന്നെയുള്ള ദശകങ്ങളായിട്ടുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം. എന്നാൽ ഹോർമുസിൽ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സമാധാന അന്തരീക്ഷം ഈ തീരുമാനം പ്രോജക്റ്റ് ഫ്രീഡത്തോടെ അത് പിൻവലിക്കുന്നതോടെ രൂപപ്പെടുമെന്ന് ആഗോളതലത്തിൽ തന്നെ കരുതപ്പെടുന്നുണ്ട്. എണ്ണവില വർധനയിലും സാമ്പത്തിക അവസ്ഥയിലും ഒക്കെ പ്രതിസന്ധിയിലായ ആഗോള സാഹചര്യത്തിൽ ഇത് ആശ്വാസകരമാണ്. ഇറാനെ ഹോർമുസിൽ കുരുക്കി യുദ്ധം ജയിക്കാമെന്ന പദ്ധതിയാണ് ഇതോടെ ട്രംപിന് പാളിപ്പോയത്. ഇനി 2ാം ഘട്ട സമാധാന ചർച്ച അധികം വൈകാതെ നടക്കും എന്നുറപ്പിക്കുന്ന സൂചനകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സമാധാനം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.